വൈബ് തേടിയും ഫുഡ് തേടിയുമുള്ള ഈ യാത്ര ഞങ്ങൾ വീണ്ടും തുടരുന്നു. ഹലോ ഗൈസ്, ഈറ്റ് സ്മൈലിലെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറത്ത് നല്ല മഴയാണ്. ഞങ്ങൾ ചെറുതായൊരു ഡ്രൈവിന് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് മഴയത്ത്. അപ്പൊ ഈ പോകുന്ന പോക്കിൽ നമുക്ക് ഏതെങ്കിലും സ്ഥലം ഉണ്ടോ നോക്കാം, അവിടെ നിന്ന് ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്നാണ് ഒരു പ്ലാൻ. ഏതെങ്കിലും ഒരു സ്ഥലത്ത്. അപ്പോൾ പോകുന്ന വഴിയിൽ ഏതെങ്കിലും നല്ലൊരു കട കാണുക, അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അവിടെ കയറി ഫുഡ് കഴിക്കാം. അപ്പൊ അതിന്റെ വീഡിയോ നമുക്ക് എന്തെങ്കിലും കാണാം. അപ്പോൾ നേരെ പോവാം. വണ്ടി ഓടിച്ചോട്ടെ. പോകണ്ടേ? അപ്പൊ നമുക്ക് നേരെ പഠിപ്പിച്ചോ കേട്ടോ. ചട്ടിപ്പറമ്പ്. ചട്ടിപ്പറമ്പ് എന്താ? ചട്ടിപ്പറമ്പിൽ എന്താ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നമുക്ക് ചട്ടിപ്പറമ്പ് ഭാഗത്തേക്ക് പോവാം. അവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കഴിക്കാം. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ചെറുകുളം പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ മുമ്പോട്ട് പോകണേ. ഇവിടെ ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു ഭയങ്കര തിരക്കാണ്. ഒരു അൽഫാമിന്റെ ഒരു കട പോലെ. അപ്പോൾ അതൊന്ന് ഓപ്പണാണോ നോക്കി നോക്കാം. ഓപ്പണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടുത്തെ അൽഫാം നല്ല തിരക്ക് കാണാറുണ്ട് എന്നും ഡെയിലി പോരുമ്പോൾ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അവിടെ ഓപ്പൺ ആണെങ്കിൽ. ഇവിടെ അടുത്താണ് ആ കടയുള്ളത്, കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കട. ചിക്കൻ പൊള്ളിച്ചത്, അൽഫാം തുടങ്ങിയ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മളിവിടുന്ന് മേടിച്ചത് ഒരു ചിക്കൻ പൊള്ളിച്ചതാണ്. അവിടെ അൽഫാം ഉണ്ടായിരുന്നു, ചിക്കൻ പൊള്ളിച്ചതുണ്ട്. അപ്പോൾ ചിക്കൻ പൊള്ളിച്ച കണ്ടപ്പോൾ എനിക്ക് അത് മേടിക്കാൻ തോന്നി. അപ്പോൾ ചിക്കൻ പൊള്ളിച്ച് ഒരെണ്ണം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ചിക്കൻ ആ തവിലിട്ട് ഇങ്ങനെ പൊള്ളിച്ചെടുത്താണ്. ചൂടില്ലേ? നല്ല ചൂടുണ്ട്. എന്താണ് അവസ്ഥ? ചോട്ടെ. ഇങ്ങനെ ഒരു പീസ് കിട്ടില്ല, നല്ല ചൂടാണ്. ഇതൊരു പീസ് ഇത് കഴിച്ചു നോക്കാം. നല്ല ചൂടാണ്. അൽഫാം നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. പൊള്ളിച്ചതിന് അതിൻ്റെതായ ടേസ്റ്റ് ആണ് കേട്ടോ. ഈ നമ്മുടെ അൽഫാം പോലെയല്ല, പൊള്ളിച്ചത് വേറെ ടേസ്റ്റാണ്. വെറുതെ ആൾക്കാർ വരിക്കുന്നത് ഇവിടെ. എരിവില്ല, എരിവൊന്നുമില്ല. പക്ഷെ വേറെ സ്മോക്കി വേറൊരു ഫ്ലേവർ. അൽഫാമല്ല. അൽഫാമിന്റെ ടേസ്റ്റ് അല്ല. രസമുണ്ടോ? അൽഫാമിന്റെ ടേസ്റ്റ് അല്ലേ? സാധാ ഫുഡൊക്കെ. എനിക്ക് അൽഫാം ഇഷ്ടല്ലേ? എനിക്ക് അൽഫാം ഇഷ്ടമായത് ടേസ്റ്റ് അൽഫാമാ. അൽഫാമിന്റെ ഒക്കെ ഒരു ഇതല്ലേ? വേറെ മോഡല്. നോർമൽ പക്ക ചിക്കൻ പൊളിച്ചത്. അപ്പൊ നമ്മള് ചിക്കൻ പൊളിച്ച് തിന്നു കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടങ്ങാണ്. കുറച്ച് മുമ്പോട്ടും കൂടെ പോയോക്കല്ലേ വെറുതെ. എന്തെങ്കിലും കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ കഴിച്ചിട്ട് തിരിച്ച് നമുക്ക് പോരാം. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കിയാണ്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഒരു ഷവർമ കഴിക്കാം അല്ലേ? ഷവർമ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു കട ഉണ്ടായിരുന്നു. ഒരു കുറച്ച് ഉള്ളിലായിട്ടൊരു കട ഉണ്ടായിരുന്നു. ഇല്ല, ഉണ്ടാവേണ്ടതാണ്. ചാപ്പരങ്ങാടി അല്ലേ? ഇവിടെ അല്ലേ? അതില്ലട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഷവർമ കിട്ടാൻ. ഷവർമ ഇല്ലാണ്ട് ഷവർമ. ഷവർമയിൽ നോക്കി പോസ്റ്റ് അടിച്ചിരിക്കുന്നതല്ലേ എറിഞ്ഞു.
ഷവർമ കിട്ടി. ഈ ഷവർമയും കൂടെ കഴിച്ചിട്ട് നമുക്ക് വീണ്ടും വൈബ് തുടങ്ങാം അല്ലേ? തിരിച്ചു പോയില്ലെങ്കിൽ ഇത് തുറന്നുണ്ട്. നമ്മളിപ്പോ ഇവിടെ ചാപ്പനങ്ങാടി എത്തിയിട്ടുണ്ട്. ചാപ്പനങ്ങാടി വെറുതെ ഇങ്ങനെ വന്ന് ചാപ്പനങ്ങാടി വരെ പെരുന്നാളൊക്കെ ഇറങ്ങിയതാ. ഇങ്ങനെ നടക്കില്ലേ ഇത് പിടിക്കും. ഇപ്പോൾ ഷവർമ മഞ്ഞ കവറിലേക്ക് തന്നിട്ടുള്ളത്. നമുക്ക് ടേസ്റ്റ് നോക്കാം. ഷവർമ എപ്പോഴും അടിപൊളിയാണ്. അവിടെ തന്നെ മേടിക്കൊണ്ടു അല്ലേ? ഷവർമ ചെറുതായിക്കണു. അല്ല, ഞാൻ എന്ന് വരുമ്പോഴും അവിടെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. അപ്പം അതാ ഞാൻ അടുത്ത ഷവർമ എങ്ങാണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ലളിതത്തിൽ പോവല്ലേ, വൈബ് തേടി പോവാണല്ലോ. അപ്പോൾ ഷവർമ എങ്ങാണ്ട് നോക്കാറുണ്ട്. ഷവർമ നൈസ് കേട്ടോ, അടിപൊളിയാണ്. കഴിച്ചോ? Cheers. And എക്സ്പ്രഷൻ ഇല്ലാത്തിട്ട് എന്ത് സൂപ്പറാന്നുള്ളത്. രസമുണ്ടോ അപ്പൊ അത്? സെറ്റ്. വൈബ് തേടിയും ഫുഡ് തേടിയുമുള്ള ഈ യാത്ര ഞങ്ങൾ വീണ്ടും തുടരുന്നു.